Excel challenge 2. ഇത് ഒരു ബില്ലിംഗ് സ്ട്രക്ചർ ഡാറ്റയാണ്. ഇതിൽ ലൊക്കേഷൻ ഉണ്ട്, ഡെസിഗ്നേഷൻ ഉണ്ട്, റേറ്റ് ഉണ്ട്. ഈ റേറ്റ് പെർ അവർ ഓരോ ലൊക്കേഷനും ഓരോ ഡെസിഗ്നേഷനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആക്ച്വലി നടന്ന ബില്ലിങ്ങിന്റെ ഡാറ്റയുണ്ട്. ഈ ബില്ലിംഗ് റേറ്റ് പെർ അവർ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ഫയൽ ലിങ്കിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ചലഞ്ചിന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ലൊക്കേഷൻ മാത്രമായിട്ടോ ഡെസിഗ്നേഷൻ മാത്രമായിട്ടോ ബേസ് ചെയ്തിട്ടല്ല റേറ്റ് പെർ അവർ ഉള്ളത്. അതുകൊണ്ട് VLOOKUP ഫംഗ്ഷൻ ഡയറക്റ്റ്ലി നമുക്ക് ലൊക്കേഷനോ ഡെസിഗ്നേഷനോ മാത്രം ബേസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യണം ലൊക്കേഷന്റെയും ഡെസിഗ്നേഷന്റെയും. അത് ബേസ് ചെയ്തിട്ടാണ് VLOOKUP ചെയ്യേണ്ടത്. അപ്പം നമുക്കൊരു കോളം ആഡ് ചെയ്യാം. റേറ്റ് പെർ അവറിന് മുമ്പായിട്ട് ഹെഡിങ് കൊടുക്കാം ലൊക്കേഷൻ ഡെസിഗ്നേഷൻ കോംബോ. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് വിസിബിൾ അല്ല, സോ നമുക്ക് ഹോം ടാബിൽ പോയിട്ട് ഒന്ന് റാപ്പ് ടെക്സ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫോമുല കൊടുക്കാം. ലൊക്കേഷൻ ആൻഡ് ഡെസിഗ്നേഷൻ ആൻഡ് ഉപയോഗിച്ചിട്ട് താഴെ വരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി ബില്ലിംഗ് ഡാറ്റയിൽ പോയിട്ട് നമുക്ക് അവേർലി ചാർജസ് ഒന്ന് ആദ്യം കാണണം. അപ്പോൾ ഒരു കോളം ഇൻസേർട്ട് ചെയ്യുന്നു ടോട്ടൽ ബില്ലിങ്ങിന് മുമ്പായിട്ട്. ഒന്ന് റാപ്പ് ചെയ്യുക, പിന്നെ കോളം എടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട്. ഇനി നമുക്ക് ടോട്ടൽ ബില്ലിങ്ങിനെ നമ്പർ ഓഫ് അവേഴ്സ് വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. താഴെ വരെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ ഡെസിഗ്നേഷൻ പോകുമ്പോൾ നമുക്ക് ഇവിടെയും വേണം. അതിനായിട്ട് ഒരു കോളം ഇൻസേർട്ട് ചെയ്യാം. നമുക്കതിന്റെ ഹെഡിങ് ബില്ലിംഗ് സ്ട്രക്ചർ ഡാറ്റയിൽ നിന്ന് കോപ്പി ചെയ്യാം. വാല്യൂ പേസ്റ്റ് ചെയ്താൽ മതി. റാപ്പ് ടെക്സ്റ്റ് ഒന്ന് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലൊക്കേഷനും ഡെസിഗ്നേഷനും ആൻഡ് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യാം. താഴെ വരെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. മുഴുവനായിട്ട് കാണാനായിട്ട് കോളം വിഡ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ആക്ച്വൽ റേറ്റ് നമുക്ക് VLOOKUP വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാം. സോ ഹെഡിങ് ഒന്ന് കൊടുക്കാം, ആക്ച്വൽ റേറ്റ് പെർ അവർ എന്ന് പറയുന്നത്. ദെൻ ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഡെസിഗ്നേഷൻ കോംബോ ആണ്, കോമ. ലുക്കപ്പ് ടേബിൾ എന്ന് പറയുന്നത് ബില്ലിംഗ് സ്ട്രക്ചർ ഡാറ്റയിൽ ലൊക്കേഷൻ ഡെസിഗ്നേഷൻ കോംബോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയാണ്. കോൺസ്റ്റന്റ് ആക്കാനായിട്ട് F4 കൊടുക്കുക, കോമ. കോളം ഇൻഡെക്സ് നമ്പർ 2 ആണ് റേറ്റ് പെർ അവർ ഫൈൻഡ് ചെയ്യാനായിട്ട്, കോമ. 0 ആണ് എക്സാക്ട് മാച്ചിനായിട്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒരെണ്ണത്തിന്റെ കിട്ടി. നമുക്കെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്യുക, താഴെ വരെ പേസ്റ്റ് ചെയ്യാം. ഇനി ഹെഡിങ് നമുക്ക് നെക്സ്റ്റ് ഒരെണ്ണത്തിൽ ഡിഫറൻസ് എന്ന് കൊടുക്കാം, ഡിഫറൻസ് കാണാനായിട്ട്. ഇനി ഫോമുല കൊടുക്കാം. എക്സിസ്റ്റിംഗ് ബില്ലിംഗ് റേറ്റിൽ നിന്ന് ആക്ച്വൽ റേറ്റ് ഒന്ന് മൈനസ് ചെയ്തിട്ട് ഡിഫറൻസ് കാണാം. താഴെ വരെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഒന്ന് ഫിൽട്ടർ അപ്ലൈ ചെയ്യാം. കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. ദെൻ ഡിഫറൻസ് കോളത്തിൽ വന്നിട്ട് അതിൽ 0 അല്ലാത്തതെല്ലാം ഫിൽട്ടർ ചെയ്യുക. ഈ കാണുന്നതാണ് ഇതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.